അയ്യോ നീയായിരുന്നോ? കള്ളൻ പോലാണ് കള്ളൻ. കള്ളനോ? കാറിപ്പോള കണ്ടില്ലേ കള്ളൻ? ചിലപ്പോഴൊക്കെ കള്ളന്മാര് കാറിന് പോകും. നീ സ്വപ്നം കണ്ടായിരിക്കും. അതെ, ഞാൻ കള്ളനാ. പക്ഷേ ഞാൻ കക്കാൻ വന്നത് രാമൻകുട്ടി ചേട്ടന്റെ ഈ പെങ്ങളെയാണെന്ന് മാത്രം. ഏട്ടന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ കയ്യും കാലും ഒടിച്ച് വികലാംഗനാക്കി എന്നെ. ഒളിച്ചും പാത്തോളി ഈ കൂടിക്കാഴ്ച മടുത്തു. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിനക്ക് എന്റെ കൂടെ പോരാ സമ്മതമാണോ? ജീവിക്കുന്നെങ്കിൽ അത് ഉണ്ണേട്ടനോടൊപ്പം ആയിരിക്കും. അതെന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ. പക്ഷേ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഉണ്ണേട്ടാ. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഏട്ടൻ. കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും മരിച്ച പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ ഏട്ടന്. ആ ഏട്ടനെ വിഷമിപ്പിച്ചിട്ട് നീ ഏട്ടനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിന്നോട് ഏട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല. അയ്യോ, ഞാനില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയെന്നറിഞ്ഞാ അയാളെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത ആളാ ഏട്ടൻ. ആ ഏട്ടനോട് ഞാൻ ഇല്ലില്ല, എനിക്ക് പേടിയാ. പിന്നെ ധാരാ ഒന്ന് പറയാ. ഉണ്ണേട്ടൻ അല്ലാതെ ആരാ? അയ്യോ ഞാനോ? അത് ശരിയാവും തോന്നുന്നില്ല. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയൊന്നും പിന്നെ ചെറിയൊരു ഭയം. എങ്കിൽ ആരും ഒന്നും പറയണ്ട. അപ്പോ ഞാൻ തന്നെ പറയണം അല്ലേ? രണ്ടിലൊന്നും അറിഞ്ഞല്ലേ പറ്റൂ. അതെ, രണ്ടിലൊന്ന് എന്തായാലും അറിയാൻ പറ്റും. ഗായത്രി, ഞാൻ തന്നെ നിന്റെ ഏട്ടനെ പോയി കാണാൻ പോവാ. എന്തും സംഭവിക്കാം. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വരട്ടെ ഉണ്ണേട്ടാ. അത് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകെ വിളിക്കല്ലേ? നല്ല കുട്ടിയാകും. ഈ വണ്ടി ഇടിച്ചു വരാൻ ശ്രമിക്കുന്നത് നമ്മള് കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതാ. ഇവളായിരുന്നോ? രാമേട്ടാ, ഐ എം സോറി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായതൊരെണ്ണം വരുന്നവയ്ക്ക് ഒരാൾക്ക് കൊടുത്ത് ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മുതലാളി? വണ്ടി എടുത്ത് മാറ്റി. രാമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണ്ണേ. മേലെന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാമേട്ടനെ കൊണ്ട് ക്ഷമിച്ചെന്ന് ഞാൻ പറയിപ്പിക്കും. മായയാണ് ഈ പറയുന്നത്. ഓടി വേണേ, വണ്ടി കയറാ. ഈ കാറ്റഗറി പെട്ടതിനൊന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ മുതലാളി? വണ്ടി എന്തായി? ജോസഫ് സാർ എത്തിയിട്ടില്ല. അയാൾ വരാതെ ചെക്ക് തരാനൊക്കില്ലെന്നാ പറയുന്നത്. നമുക്ക് സൈറ്റിൽ ഒക്കെ ഞാനില്ല. അടുത്താഴ്ച തരാന്ന് പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസിക്കുട്ടി. മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ. കഴിഞ്ഞ ഓണത്തിന് തൊഴിലാളിക്ക് ബാറ്റഗിറ്റ് അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ. പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ. ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മുതലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പൊ പോകുന്ന ദുരിതമല്ല. ഇതവനല്ലേ? അതെ, അവൻ തന്നെ. മറ്റവൻ എന്താ? എന്താണ് ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. പൊക്കളാൻ പറഞ്ഞില്ലെന്ന്. കാലെ പിടിച്ച് വിളിക്കും. എന്താ? രാമൻകുട്ടി ചേട്ടനെ രക്ഷിക്കണം. മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന്. കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോഹൻദാന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മുതലാളി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്കെങ്ങനെയാ? അവക്കും ഇഷ്ടാ. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തൂങ്ങി ചാവട. കെട്ടി സുഖിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്. അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിനു വേണ പിന്നെ മുതലാളിയാ?
നിന്നെ ഞാൻ നീ എന്നാ പറഞ്ഞേ? മാണിക്യമംഗലത്ത് രാമൻകുട്ടിയുടെ പെങ്ങൾക്ക് നിന്നോട് പ്രേമമാണെന്നോ? എടാ, അവൾ എന്റെ പെങ്ങളാ. എനിക്ക് അവൻ നന്നായിട്ട് അറിയാം. അവളെ വിളിച്ച് ഞാൻ ചോദിക്കാൻ പോവാ, നിന്നോട് ഇഷ്ടമാണോന്ന്. ഇഷ്ടമല്ലെന്നാറ്റ അവളൊരു വാക്ക് പറഞ്ഞ കള്ളപ്പന്നി. ജീവനോടെ നിന്നെ കുളിച്ചു പോടാ ഇവിടെ. ഗായത്രി, ഗായത്രി മോളെ, ഈ തെണ്ടി പറയാ മോക്ക് ഇവനോട് ഇഷ്ടമാണെന്ന്. മോള് ധൈര്യമായിട്ട് എന്റെ മുഖത്ത് വെച്ച് പറ, ബാക്കി കാര്യം ഞങ്ങളേറ്റ്. പറ മോളെ. പറ മോളെ. ഉണ്ണീട്ടൻ പറഞ്ഞത് നേരാ. എനിക്ക് ഉണ്ണീട്ടനെ ഇഷ്ട. എന്താടി പറഞ്ഞേ? ഓരുമ്പോട്ടോളെ കാണിക്കുന്നത് സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിപ്പിക്കാൻ നടക്കുന്ന രാമൻകുട്ടിക്ക് സ്വന്തം പെങ്ങളുടെ കാര്യം വന്നപ്പോ എന്ത് പറ്റി? സ്വാർത്ഥന. ചേട്ടാ സ്വാർത്ഥനാണ്. അതെടി, ഞാൻ സ്വാർത്ഥന. നിന്റെ കാര്യത്തില്, ഈ തറവാടിന്റെ കാര്യത്തില് നീ ആരെ വിവാഹം കഴിക്കണം, എപ്പോ വിവാഹം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ തോന്നിയാസം കാണിക്കാനെ പുറപ്പാണെങ്കിൽ കൊന്നു കുഴിച്ചുകൂടി ഞാൻ. കേറാൻ കള്ള കഴിവാണ് മോനെ. മാനവും മര്യാദ നടക്കുന്ന പെമ്പിളെ പഴപ്പിക്കാതെ. വേണ്ട മുതലാളി, വേണ്ട. ഓ ഓ ഓ എന്താ എന്താ ഗായത്രി, ഗായത്രി ഗായത്രി പോയി. എന്റെ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോവാണ്. ഓർക്കാനാവാത്ത തെറ്റാ ഞാൻ ഏട്ടനോട് ചെയ്യുന്നതെന്നറിയാം. എന്തു ചെയ്യാനാ? ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഒരുപാട്. ഉണ്ണേട്ടനെ പിരിയാൻ എനിക്കാവില്ല. ചേട്ടൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ശപിക്കരുത്. മോനെ, എന്റെ സ്വന്തം മക്കളെ പോലെ തന്നെയാ നിന്നെ അവളെ ഞാൻ കരുതിയിരുന്നത്. അവള് പോയി. ഒക്കെ എന്റെ തെറ്റാ. ഇനി ഇവിടെ എന്റെ ആവശ്യമില്ല. ഞാൻ പോവാ രാമൻകുട്ടി. പോയിക്കോ, പോകണ്ടവരൊക്കെ പോയിക്കോ. ആരൊക്കെ പോയാലും ഈ രാമൻകുട്ടി ചാകാനൊന്നും പോകുന്നില്ല. എന്താ നോക്കുന്നത്? നിനക്കും പോണോ? മുതലാളി പൊക്കോളാ. മോനെ, എന്റെ രാമൻകുട്ടി പാവം. നീ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണം. ഇറങ്ങി വാ. ഉണ്ണീട്ടാ, എന്താ ഇവിടെ? ഞാൻ നോക്കിയിട്ട് ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. എന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ട് പോയാ എന്താ ഉണ്ടാവും നിനക്ക് അറിയാവുന്നതല്ലേ? ഞാൻ അതോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ നിന്റെ വീട്ടിലേക്ക് പോവാന്ന് വെച്ചാ രാമേട്ടൻ തല്ലിക്കൊല്ലും. ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ് നമ്മൾ. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇവിടെ കൂടിയാലോ. അല്ലാതെ ഒരു നിവൃത്തിയില്ല മോളെ. അതെ, ഇങ്ങനെ മൂഡൌട്ടായി നിൽക്കാനുള്ള ദിവസമല്ലെന്ന്. ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം. ആദ്യ രാത്രി ഈ ഹോട്ടലിൽ കഴിയാനായിരിക്കും നമ്മുടെ വിധി. സംഭവിച്ച എല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് വിശ്വസിക്കും. വാ, ബാഗ് എടുക്കാൻ മറക്കണ്ട. എടുക്കാല്ലേ? എടുത്തോ. അമ്മേ, ഇവിടെ നമ്മൾ ആരും കണ്ടുപിടിക്കില്ല. ന്യൂ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. യുവർ ഗുഡ് നെയിം പ്ലീസ്? സദാശിവൻ. അഡ്രസ്? പുത്തൂരം വീട്, വെയ്യോ, എറണാകുളം, കോഴിക്കോട് 12. കോഴിക്കോട് എറണാകുളം. കോഴിക്കോട് അങ്ങനെ ഒരു കുളമുണ്ട്. കീ ഒന്ന് തരൂ പെട്ടെന്ന്, ബാത്റൂമിൽ പോകണം അത്യാവശ്യമായിട്ട്. അതുകൊണ്ട് പോയി. എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം. ആരും ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ ഇയാൾ ഈ മുറി പുറത്തുനിന്ന് പൂട്ടിട്ട് പോയിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റിസപ്ഷനിൽ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. താക്കോലോ. ഓക്കെ?
ഇപ്പഴാ ശ്വാസം നേരെ വീണത്. ഒന്ന് ചിരിച്ചേ. എയർ കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഞാനൊന്ന് താമസിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. കിട്ടിയതിരിക്കട്ടെ, വാടക കൊടുക്കാം. ഒരു റൂം വേണമല്ലോ. സദാശിവൻ, പുത്തൂരം വീട്. സാറിന്റെ പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക് യു. ഉദ്ദേശം തന്നെ നടക്കട്ടെ. മുറി കയറി ഉള്ളതും തപ്പിക്കൊണ്ട് സ്ഥലം വിടാം. പരിചയമില്ലാത്ത സ്ഥലവുമാണ്. മുറി അവിടെ. അത് ശരി, ഇതാണല്ലേ മാഡം. നന്ദി കെട്ട നായേ, എങ്ങനെ ധൈര്യം വന്നു നിനക്കിതിന്? നിന്നെയൊക്കെ വളർത്തി വലുതാക്കാൻ എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞവളാണ് ഈ ദുർഗ. സമ്മതിക്കില്ല ഞാൻ എന്നെ തോൽപ്പിക്കാൻ. ഈ നിമിഷം ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. മേലിൽ ഇവളെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ചേച്ചി മിണ്ടരുത്. എങ്ങോ കിടന്ന ഒരുത്തിയെ പുത്തൂരം വീട്ടിലെ മരുമകളാക്കാൻ എന്റെ സമ്മതം കിട്ടില്ല. തറവാടിന്റെ അന്തസ്വാഭിജാത്യവും കളഞ്ഞു കുളിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. മതി. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇവളെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവളാ. അതുകൊണ്ട് പുത്തൂരം വീടിന്റെ അന്തസ്സ് കളയാതെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഇനി ഒരിക്കലും ചേച്ചിയെ വന്ന് കാണില്ല. പോവാം. ഉണ്ണി, ചേച്ചി ക്ഷമിക്കണം. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഉറപ്പാണോ? ഉറപ്പാ. ശരി, എങ്കിൽ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. നിനക്കും ഇവൾക്കും പുത്തൂരം വീട്ടിൽ താമസിക്കാം. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല. തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. തറവാട്ടിലെ വേറൊരു കുഞ്ഞുപോലും ഇത് അറിഞ്ഞു പോരുത്. അറിഞ്ഞാൽ ഞാൻ പറഞ്ഞത് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കഴിയാം. ഗായത്രി. സമ്മതാണ് ചേച്ചി. ഗായത്രി, വേണ്ട, എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാ. നമുക്ക് ചേച്ചി പറയുന്ന അനുസരിക്കാം. ഗായത്രി, അടുത്തൊന്നും പറയരുത്. വാതിൽ ശരിക്കും പൂട്ടിയോ? പിന്നെ നിധി ഇരിക്കയില്ലേ ഇതിന്റെ അകത്ത്? എന്താ? കഴിഞ്ഞതെല്ലാം രാമേട്ടൻ മറക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ. എനിക്ക് മാപ്പ് തരണം. എടി കൊച്ചെ, നിനക്ക് വേറെ യാതൊരു പണിയില്ലേ? കുറച്ചു ദിവസം നീ എന്റെ പുറകെ നടന്ന് മാപ്പാക്കണം മാപ്പാക്കണം എന്ന് പറയുന്നു. എന്ത് കഷ്ടായത്. ശരിയാ, എന്തൊരു കഷ്ടം ഇത്. കുട്ടി, ഈ രാമൻകുട്ടി മുതലാളിയെ കുട്ടിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടാ. മുതലാളി ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. മുതലാളി ഒരു മാപ്പ് കൊടുത്തു. ഉണ്ടെങ്കിൽ കൊടു, ഇല്ലെങ്കിൽ പോവാ. എനിക്ക് പോണം. പോണെ പൊയ്ക്കോ. എന്നോട് ക്ഷമിച്ചൊന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പോവണ്ട, ഒരു പായം തള്ളെടുത്ത് തരാം. തിരിച്ച് കടന്നോ ഇവിടെ. നീ എവിടെ പോവാ? അല്ല, പായം തല മതിയത്. ഇവിടെ പോയില്ലേ? ഇതുവരെ പോയില്ലേ? കൊടുക്കാനുള്ള അങ്ങോട്ട് കൊടുത്താ അതങ്ങ് പോകില്ല മുതലാളി. എന്ത് മാപ്പ്? മാപ്പോ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ. ക്ഷമിച്ചു നീ എന്ന് പറഞ്ഞാ മതി. ക്ഷമിച്ചു 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 പൊക്കോ. ഇതായി പോണില്ലേ? പോണില്ല. എന്താ പിന്നെ? അയ്യേ മുതലാളി